ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഞാനൊരു കാരൻ ഹോണായി തിയറി ഓഫ് പേഴ്സണാലിറ്റി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് താഴെ നിങ്ങൾക്ക് പലർക്കും സിമിലർ വീഡിയോസ് വേണം എന്ന് റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. അക്കാഡമിക് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സിമിലർ കണ്ടൻറ്റ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യൂ. അതിൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാം, സൈക്കോളജി റിലേറ്റഡ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. അപ്പോൾ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയിലേക്ക് ഡയറക്റ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് പേഴ്സണാലിറ്റി എന്താണ് എന്നൊന്ന് നോക്കാം. പേഴ്സണാലിറ്റി എന്നുള്ള വാക്ക് പെർസോണ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എമേർജ് ചെയ്തിരിക്കുന്നത്. പെർസോണ എന്നുള്ളതിൻ്റെ അർത്ഥം ഈ തിയേറ്ററിക്കൽ പ്ലേയിൽ, അതായത് നാടകം പോലെയുള്ള സ്ഥലത്ത് ആക്ടേഴ്സ് യൂസ് ചെയ്യുന്ന മാസ്ക്, അതിന് പറയുന്ന പേരാണ് പെർസോണ. അതായത് ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാസ്കും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി ഇൻഫർ ചെയ്യാം. പേഴ്സണാലിറ്റി എന്നുള്ള വാക്ക് പെർസോണയിൽ നിന്ന് ഡിറൈവ് ചെയ്തത് അത് ചേഞ്ചിങ് ക്യാരക്ടറിസ്റ്റിക് ആണ് എന്നുള്ളതും കൂടി കൊണ്ടായിരിക്കാം. ഓക്കെ, ഇനി പേഴ്സണാലിറ്റിയുടെ ഡെഫിനേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, വളരെ ഫേമസ് ആയിട്ടുള്ളതുമാണ് ഓൾപോർട്ട്, ഗോർഡൻ ഓൾപോർട്ട് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ പ്രകാരമാണ് പേഴ്സണാലിറ്റി ഈസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ ഇൻസൈഡ് ദ പേഴ്സൺ ഓഫ് സൈക്കോ ഫിസിക്കൽ സിസ്റ്റംസ് ദാറ്റ് ക്രിയേറ്റ് ദ പേഴ്സൺസ് ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. നമുക്കിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. പേഴ്സണാലിറ്റി എന്നത് ഒരു ഡൈനാമിക് ഓർഗനൈസേഷനാണ്. ഡൈനാമിക് എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് എപ്പോഴും ഒരുപോലെയുള്ളതല്ല, ചേഞ്ച് ചെയ്യുന്നതാണ്. എന്തിൻ്റെ ഓർഗനൈസേഷനാണത്? ഓഫ് സൈക്കോ ഫിസിക്കൽ സിസ്റ്റംസ്. അതായത് ഒരു വ്യക്തിക്കുള്ളിലെ സൈക്കോളജിക്കലും അദ്ദേഹത്തിൻ്റെ ഫിസിക്കലുമായിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഒരു ഓർഗനൈസേഷനാണ്. ഇനി ഈ സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺസ്. എന്തിൻ്റെ പാറ്റേൺ? ബിഹേവിയർ, തോട്ട്സ്, ഫീലിങ്സ്, ഇതിൻ്റെ എല്ലാം ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെല്ലാത്തിലും ഉപരി ഈ ഡൈനാമിക് ഓർഗനൈസേഷൻ ഓഫ് ഈ സിസ്റ്റംസ്, ഇതെല്ലാം ഒരു വ്യക്തിയുടെ എവിടെയാണ് ഉള്ളത്? ഇൻസൈഡ് ദ പേഴ്സൺ, പുറത്ത് എക്സ്റ്റേണൽ ഫാക്ടർ അല്ല. അപ്പോൾ പേഴ്സണാലിറ്റി ഈസ് സംതിങ് ദാറ്റ് ഈസ് ഇൻസൈഡ് എ പേഴ്സൺ. ഇറ്റ് ഈസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ ഓഫ് സൈക്കോ ഫിസിക്കൽ സിസ്റ്റംസ് that create the person's characteristic patterns of behavior, thoughts and feelings. ഇനി അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ പേഴ്സണാലിറ്റിയെ എങ്ങനെ പറയുന്നു എന്ന് നമുക്ക് നോക്കാം. APA പ്രകാരം പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ തിങ്കിങ്ങിലും ഫീലിങ്ങിലും സ്വഭാവത്തിലും ബിഹേവിങ്ങിലും ഉള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെയാണ് അവർ പേഴ്സണാലിറ്റി എന്നുള്ളത് കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി നമുക്ക് 5 ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഉണ്ട് ബേസിക്കലി എന്ന് പറയാം. 5 ഡിഫറെൻറ്റ് അപ്രോച്ചസ് അല്ലെങ്കിൽ 5 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തിയറീസ്. അതിലാദ്യത്തേതാണ് സൈക്കോ അനലിറ്റിക്കൽ തിയറീസ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ബിഹേവിയർ തിയറീസ്. തേർഡ് ക്ലാസിഫിക്കേഷൻ ഹ്യൂമനിസ്റ്റിക് തിയറീസ്. ഫോർത്ത് ട്രേറ്റ് തിയറീസ്. ഫിഫ്ത്ത് എവല്യൂഷണറി തിയറി അല്ലെങ്കിൽ എവല്യൂഷണറി അപ്രോച്ച് എന്ന് നമുക്ക് പറയാം. ഇത് പേഴ്സണാലിറ്റി തിയറീസ് എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ളതും വളരെ ലെങ്തി ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സൈക്കോ അനലിറ്റിക്കൽ തിയറി എന്നുള്ളത് എടുക്കാം. അതിലും ഫ്രോയിഡിൻ്റെ തിയറി, അതാണ് ഏറ്റവും വലുതും നമുക്ക് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലെല്ലാം ഏറ്റവും ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പ്രസൻറ്റേഷനിൽ ഫ്രോയിഡിൻ്റെ തിയറിയാണ് മെയിനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് സൈക്കോ അനലിറ്റിക്കൽ തിയറിയിലേക്ക് പോവാം. സൈക്കോ അനലിറ്റിക്കൽ തിയറീസിൽ തന്നെ 4 തിയറീസ് ഉണ്ട്. അതിലാദ്യത്തേതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫ്രോയിഡ്സ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. അത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കും. രണ്ടാമത് ആൽഫ്രഡ് ആഡ്ലറിൻ്റെ ഇൻഡിവിജ്വൽ സൈക്കോളജി. 3 കാൾ യുങ്ങിൻ്റെ അനലിറ്റിക്കൽ സൈക്കോളജി. 4 കാരൻ ഹോണായുടെ തിയറി ഓഫ് പേഴ്സണാലിറ്റി. സിഗ്മണ്ട് ഫ്രോയിഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു ഫിസിഷ്യനായിരുന്നു, അതായത് ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം രോഗികളെ ചികിത്സിക്കുന്നതിൽ നിന്നാണ് ഈ തിയറി ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഉള്ള കൺസെപ്റ്റ്സ് ഡിറൈവ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേമസ് ഒരു കേസൊക്കെ ഉണ്ട്, ഹിപ്നോസിസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തതിൻ്റെ. അപ്പോൾ നമുക്കിവിടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി തിയറി മാത്രമാണ് പഠിക്കേണ്ടത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് നമ്മുടെ മൈൻഡിനെ വിളിച്ചൊരു പേരുണ്ട്, അതാണ് സൈക്കി.
ഇനി സിഗ്മണ്ട് ഫ്രോയിഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൈക്കി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കറിയണമെങ്കിൽ അതിന് 3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ഒരു ടോപ്പോഗ്രാഫിക് മോഡൽ ഓഫ് സൈക്കി, അതായത് നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു, അതാണ് ടോപ്പോഗ്രാഫിക് മോഡൽ. 2, മൈൻഡിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുടെ ഒരു സ്ട്രക്ചറൽ മോഡൽ. 3, സൈക്കോ സെക്ഷുവൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അത് വളരെ വിവാദപരവും വളരെ ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യവും കൂടിയാണ്. അതിപ്പോഴും അതിന് റെലവൻസ് ഉണ്ട്. പക്ഷേ ഫ്രോയിഡിൻ്റെ പല കൺസെപ്റ്റ്സും ഡിസ്കാർഡ് ചെയ്യപ്പെട്ടതാണ്, അതും നമുക്കറിയാം. കാരണം അദ്ദേഹം നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്സിലാണ് ഫോക്കസ് ചെയ്തത്. നമ്മൾ കമ്മിങ് സ്ലൈഡ്സിൽ പറയും. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഓർത്തിരിക്കുക. ഇനി ടോപ്പോഗ്രാഫിക് മോഡൽ ഓഫ് സൈക്കി, അതിൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് നമ്മുടെ മൈൻഡിനെ നമുക്ക് 3 ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1, കോൺഷ്യസ് ലെവൽ. 2, പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ലെവൽ. 3, അൺകോൺഷ്യസ് ലെവൽ. അദ്ദേഹം അതിനെ ഒരു ഐസ്ബർഗ് അനാലജി ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഐസ്ബർഗ് നമുക്കറിയാമല്ലോ, നമ്മൾ ടൈറ്റാനിക് മൂവിയിലൊക്കെ കണ്ടതാണ്. ഐസ്ബർഗ് നമ്മളൊരു മൗണ്ടൻ പോലെ കടലിന് മുകളിലായിട്ട് കാണാമെങ്കിലും അതിൻ്റെ മേജർ പോർഷൻ എല്ലാം ഒരു നമ്മൾ ഈ മുകളിൽ കാണുന്നതിൻ്റെ ഒരു ക്വാഡ്രിപ്പിൾ അല്ല, അതിലും ഉപരി, അതായത് ഒരു 20% മാത്രമേ നമുക്ക് മുകളിൽ കാണാൻ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി ഫുള്ള് അതിൻ്റെ അടിയിലായിരിക്കും. അതുമാതിരിയാണ് നമ്മുടെ മൈൻഡും. കോൺഷ്യസ് മൈൻഡ് എന്നുള്ളതാണ് നമ്മൾ ആ ഉപരിതലത്തിൽ കാണുന്ന സംഭവം. ബാക്കി പ്രീ കോൺഷ്യസും അൺകോൺഷ്യസും നമ്മൾ കാണാതെ ഐസ്ബർഗിൻ്റെ കടലിനടിയിലുള്ള പാർട്സുമായിട്ടാണ് അദ്ദേഹം താരതമ്യം ചെയ്തിരിക്കുന്നത്. ഇനി കോൺഷ്യസ് മൈൻഡ് എന്നാൽ എന്താണ്? ഇപ്പോൾ അറ്റ് ദ പ്രസൻറ്റ് മൊമെൻറ്റ് നമ്മൾ ഏതൊക്കെ തോട്ട്സാണോ നമ്മുടെ മൈൻഡിലൂടെ പോകുന്നത്, നമ്മുടെ അവെയർനെസ് എന്താണോ, അതാണ് കോൺഷ്യസ് മൈൻഡിലുള്ളത്. 2, പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ്. അതായത് ഇപ്പോൾ ഉടനെ നമ്മുടെ അവെയർനെസ്സിലില്ല, നമ്മളിപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ന് രാവിലെ ഇപ്പോൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്, അല്ലെങ്കിൽ ഇന്നലെ ഡിന്നറിന് എന്താണ് കഴിച്ചത്, അതൊന്നും ഇപ്പോൾ നമ്മുടെ അവെയർനെസ്സിലുള്ള കാര്യങ്ങളല്ല. പക്ഷേ നമ്മളൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ അവെയർനെസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളാണ് പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ്. ഇനി ലാസ്റ്റ് ലെവലാണ് അൺകോൺഷ്യസ്. അൺകോൺഷ്യസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മൈൻഡിൽ ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള ഡിസയേഴ്സ്, മോട്ടിവേഷൻസ്, ഫീലിങ്സ് അതെല്ലാമാണ്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ അൺഅവെയറാണ്, നമുക്കതിനെക്കുറിച്ച് അവെയർ അല്ല. നമ്മളത് എത്ര അതിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും അൺകോൺഷ്യസ് മൈൻഡിലെ കാര്യങ്ങൾ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളൊരു ട്രാൻസ് സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ, അത് ഹിപ്നോസിസ് പോലെയുള്ള സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കോൺഷ്യസ് അവെയർനെസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ പറയുന്നതാണ് സ്ട്രക്ചറൽ മോഡൽ ഓഫ് പേഴ്സണാലിറ്റി. ഫ്രോയിഡ് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഒരു സ്ട്രക്ചർ കൊടുത്തു. അതായത് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് 3 കമ്പോണൻസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആണുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ 3 ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇതിൽ ഇഡ് എന്ന് പറയുന്നതാണ് ബേസിക് ഇൻസ്റ്റിങ്സുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തി എന്തൊക്കെ ഇൻസ്റ്റിങ്സുമായിട്ടാണോ ജനിക്കുന്നത്, ഇന്നേറ്റായിട്ട് ഇൻബോൺ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇഡിൽ വരുന്നത്. നമ്മുടെ ബയോളജിക്കൽ നീഡ്സ്, അഗ്രസീവ് ഇമ്പൾസസ്, അതെല്ലാം. അത് ഹ്യൂമൻ പേഴ്സണാലിറ്റിയുടെ ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള പാർട്ടാണ് ഇഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒട്ടും ഡെവലപ്ഡ് ആവാത്ത, നമ്മൾ ജനിക്കുമ്പോഴേ ഉള്ളത്, അതാണ് ഇഡ്. ഇനി നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്, ഇഡ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ. ഇഡ് വർക്ക് ചെയ്യുന്നത് പ്ലഷർ പ്രിൻസിപ്പിളിലാണ്. അതായത് ഇഡ് പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് എപ്പോഴും പ്ലഷർ കിട്ടണം, പെയിൻ എന്നാൽ വേണ്ടാതാനും. ഇനി ഇഡിന് ഇമ്മീഡിയറ്റ്ലി വേണം ഗ്രാറ്റിഫിക്കേഷൻ. അതായത് എന്തെങ്കിലും ഒരു സാധനം ആഗ്രഹിച്ചാൽ അത് എടുക്കാവുന്നതാണോ, അത് കിട്ടാവുന്നതാണോ എന്നുള്ള നോട്ടമൊന്നുമില്ല. ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എനിക്കത് കിട്ടിയിരിക്കണം. അതാണ് ഇഡിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഇപ്പം ഡോമിനേറ്റഡ് ബൈ ഇഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരുപാട് ഇമ്പൾസീവ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ചിന്തിക്കാതെ പ്രവർത്തിക്കുക, അവർക്ക് എന്താണോ വേണ്ടത്, അത് ഉചിതമായ സമയമാണോ, സ്ഥലമാണോ, സിറ്റുവേഷനാണോ എന്നൊന്നും നോക്കാതെ ചെറിയ കുട്ടികളെ പോലെ അതിനുവേണ്ടി വാശി പിടിച്ച് അത് നേടാൻ ശ്രമിക്കും. അതാണ് ഇഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്, ഇഡ് പ്ലഷർ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. 2, ഈഗോ. ഈഗോ എന്നുള്ളതാണ് റിയാലിറ്റി ചെക്കിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി. റിയാലിറ്റി ചെക്ക് എന്ന് വെച്ചാൽ എന്താണോ നമ്മുടെ ചുറ്റും നടക്കുന്നത്, നമ്മുടെ എൻവയൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ,
അത് ബിഹേവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ പേഴ്സണാലിറ്റിയിലെ ഈഗോ. അപ്പോൾ ഈഗോ വർക്ക് ചെയ്യുന്നത് എന്ത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഈഗോ വർക്ക് ചെയ്യുന്നത്. ഇനി ഈഗോയ്ക്ക് ഗ്രാറ്റിഫിക്കേഷൻ ഉടനെ വേണ്ട. ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് അപ്പോൾ കിട്ടണം എന്നുള്ള ആഗ്രഹം ഇല്ല. ഇനി ഈഗോ എപ്പോഴും ശ്രമിക്കുന്നത് നമ്മുടെ ഇഡിൻ്റെ, അതായത് ഇഡിന് ഇമ്പൾസീവ് നീഡ്സ് ആണല്ലോ, ഇഡിൻ്റെ ഇമ്പൾസീവ് നീഡ്സും ഈ നമ്മുടെ ചുറ്റുമുള്ള വേൾഡിൻ്റെ റിയാലിറ്റിയുമായിട്ടൊരു ബാലൻസ് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളാണ് പാവം ഈഗോ. നമ്മുടെ പേഴ്സണാലിറ്റിയിലെ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീങ്ങിലെ ഡിസിഷൻ മേക്കിംഗ് കമ്പോണൻറ്റിനെയാണ് നമ്മൾ ഈഗോ എന്ന് പറയുന്നത്. പ്യുവർലി ലോജിക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളാണ് ഈഗോ. ഇനി 3, സൂപ്പർ ഈഗോ, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ മോറൽ മാസ്റ്റർ, വർക്കിംഗ് ഓൺ ദ ബേസിസ് ഓഫ് മൊറാലിറ്റി പ്രിൻസിപ്പിൾ. സൂപ്പർ ഈഗോ എന്താണ് ചെയ്യുന്നത്? ഇഡിൻ്റെ ഇമ്പൾസീവ് അർജസിനെ കൺട്രോൾ ചെയ്യും. എന്നിട്ട് ഈഗോയോട് എന്ത് പറയും? റിയാലിറ്റി മാത്രം നോക്കിയാൽ പോരാ, മോറലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയറും കൂടെ ചെയ്യൂ എന്ന് ഈഗോയെ പ്രേരിപ്പിക്കുന്ന ആളാണ് സൂപ്പർ ഈഗോ. അതായത് ഏതൊരു സിറ്റുവേഷനിലും മോറലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ ചൂസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് സൂപ്പർ ഈഗോ. ഇനി ഫ്രോയിഡ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു, സൂപ്പർ ഈഗോയ്ക്ക് 2 സിസ്റ്റംസ് ഉണ്ട്. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ എക്സ്ട്രാ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി അറിഞ്ഞാൽ മതി. സൂപ്പർ ഈഗോയ്ക്ക് 2 സിസ്റ്റംസും കൂടെ ഉണ്ട്, കോൺഷ്യൻസും ഐഡിയൽ സെൽഫും. കോൺഷ്യൻസ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മോറലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ബിഹേവിയറാണ് നമ്മൾ കാഴ്ചവെച്ചതെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ, നമ്മുടെ കോൺഷ്യൻസ് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം തോന്നിക്കും. കൊള്ളാം, നീ മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണ്. അതേസമയം നമുക്ക് തന്നെ അറിയാം നമ്മൾ ആ സമയത്ത് ചെയ്തുകൂടാത്ത കാര്യമാണ് ചെയ്തത്. അപ്പോൾ ഈ കോൺഷ്യൻസ് നമ്മളെ കൊണ്ട് എന്ത് തോന്നിക്കും? ഒരു ഗിൽറ്റ്, കുറ്റബോധം തോന്നിക്കും. അതുമാതിരി അതിൻ്റെ 2ാമത്തെ കമ്പോണൻ്റാണ് ഐഡിയൽ സെൽഫ്. അതായത് നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് തന്നെയുള്ള ഒരു ആഗ്രഹം. ഐഡിയലി ഇപ്പം നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നമുക്കുള്ളത് എന്ന് പറയുന്നതാണ് ഐഡിയൽ സെൽഫ്. ഇനി സപ്പോസ് നമ്മൾ ആ ഡെയിലി ബേസിസിൽ നമ്മൾ നമ്മുടെ ഐഡിയൽ സെൽഫായിട്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അതും ഇതേ കാര്യമാണ് ചെയ്യുന്നത്. അതുമായിട്ട് മാച്ചിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മളെക്കുറിച്ച് നമുക്കൊരു അഭിമാനം തോന്നും. അല്ല, നമ്മൾ അതിൽ നിന്ന് പിന്നോക്കമാണെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ഗിൽറ്റ് തോന്നും. അപ്പോൾ ഇതാണ് സ്ട്രക്ചറൽ മോഡൽ ഓഫ് പേഴ്സണാലിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇഡ് ഈസ് വർക്കിംഗ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലഷർ പ്രിൻസിപ്പിൾ, ഈഗോ ഓൺ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് സൂപ്പർ ഈഗോ ഓൺ മൊറാലിറ്റി പ്രിൻസിപ്പിൾ. ഇനിയാണ് വിവാദപരമായ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നത്. ഫ്രോയിഡ് ഒരു 5 സ്റ്റേജ് മോഡൽ പ്രഖ്യാപിച്ചു പേഴ്സണാലിറ്റിക്ക്. അതാണ് ഈ സൈക്കോസെക്ഷൽ മോഡൽ. ഫ്രോയിഡിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുടെ കോറായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം 5 വയസ്സാവുന്നതോടുകൂടി ഡെവലപ്പ് ചെയ്യും. പിന്നെ അതിൽ വലിയ ചേഞ്ചസ് ഒന്നും വരില്ല എന്നാണ് ഫ്രോയിഡിൻ്റെ വാദം. അദ്ദേഹം ഇതും പറഞ്ഞു, ഈ സൈക്കോസെക്ഷൽ സ്റ്റേജസിൽ നിന്ന് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു കുട്ടി ഓരോ സ്റ്റേജിൽ അത് ഫേസ് ചെയ്യുന്ന കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണോ അത് സക്സസ്ഫുള്ളി മറികടന്നിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഫിക്സേഷൻ സംഭവിക്കാം. അതായത് അതേ സ്റ്റേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റേജസ് പറയുമ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളെ ഇമേജ് ഒന്ന് മൈൻഡിൽ വെച്ചോളാം. ആ ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻറ്റ് സ്റ്റേജ്, ജെനൈറ്റൽ സ്റ്റേജ്. ഇനി നമുക്കതിൽ ഓരോന്നായിട്ട് നോക്കാം. സ്റ്റേജ് 1 ഓറൽ സ്റ്റേജ്. അതായത് ഒരു വ്യക്തി ജനിക്കുന്നത് മുതൽ 1.5 വയസ്സ് 18 മാസം ആകുന്ന വരെയുള്ള സമയമാണ് ഓറൽ സ്റ്റേജ്. ഈ ഓറൽ സ്റ്റേജിൽ ഒരു കുട്ടിക്ക് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നത് സക്കിങ് ആൻഡ് സ്വോളോയിങ്. അതായത് മൗത്താണ് അവരുടെ എറോജീനസ് സോൺ എന്ന് പറയും. അതായത് അവർക്ക് പ്ലഷർ കിട്ടുന്ന ബോഡി പാർട്ട് എന്ന് പറയുന്ന മൗത്താണ്. അപ്പോൾ അവരുടെ റിഫ്ലെക്സസ് എപ്പോഴും സക്കിങ് റിഫ്ലെക്സസ് ആയിരിക്കും കുട്ടികൾക്കുള്ളത്. ഈ സ്റ്റേജിൽ കുട്ടികൾ എൻറ്റയർലി ഡിപ്പെൻഡൻ്റ് ഓൺ ദെയർ കെയർ ഗീവേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഈ മൗത്തിലൂടെ കിട്ടുന്ന ഈ ഗ്രാറ്റിഫിക്കേഷൻ അത് ഓവറായാലും പ്രശ്നമാണ്, കുറവായാലും പ്രശ്നമാണ്. ഈ 2 ഓവർ ഗ്രാറ്റിഫിക്കേഷനോ അണ്ടർ ഗ്രാറ്റിഫിക്കേഷനോ സംഭവിച്ചാൽ അവർ ഈ ഓറൽ സ്റ്റേജിൽ ഫിക്സേറ്റഡ് ആയിപ്പോവും. അങ്ങനെ ഓറൽ സ്റ്റേജിൽ ഫിക്സേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കാണിക്കുന്ന ഒരു തരം ബിഹേവിയറാണ് ഓവർ ഈറ്റിംഗ്. അല്ലെങ്കിൽ അവർ സബ്സ്റ്റൻസസിന് അഡിക്റ്റ് ആവാം. ഡ്രിങ്കിങ്, സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഒക്കെ അവർക്ക് അഡൾട്ട്ഹുഡ് ആകുമ്പോൾ വരാം. ഇനി ഫ്രോയിഡ് ഈ ഓറൽ സ്റ്റേജിൽ ഫിക്സേഷനുള്ള ആൾക്കാരെ വിളിച്ച പേരാണ് ഓറൽ ഇൻകോർപ്പറേറ്റീവ് അല്ലെങ്കിൽ ഓറൽ ഇൻജസ്റ്റീവ്. ഇദ്ദേഹം പറഞ്ഞ എന്താണ്, ഈ സ്റ്റേജിൽ കുട്ടികൾക്ക്
പ്ലഷർ കിട്ടുന്നത് ച്യൂവിങ്, ബൈറ്റിങ്, അതായത് ജനിച്ച ഉടനെ 18 മാസമല്ല, അത് അഡ്വാൻസ് ചെയ്യും തോറും സക്കിങ്, സ്വോളോയിങ് എന്നുള്ളത് മാറി ച്യൂവിങ്, ബൈറ്റിങ് അതിലോട്ടെല്ലാം പോവാം. ഇനി ആ വ്യക്തി ആ സ്റ്റേജിലെ കോൺഫ്ലിക്ട്സ്, സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ്, അതായത് കെയർ ഗീവറിൽ നിന്ന് കിട്ടേണ്ട കെയർ, അതാണ് അവിടുത്തെ കോൺഫ്ലിക്റ്റ്. അത് അവർക്ക് പ്രോപ്പർലി റിസോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതായത് വേണ്ടുന്ന കെയർ വേണ്ട രീതിയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നെയിൽ ബൈറ്റിങ്, സാധനങ്ങൾ ഒബ്ജക്റ്റ് എടുത്ത് ഒരുപാട് കടിക്കുക, അങ്ങനത്തെ അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഫ്രോയിഡ് വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ സ്റ്റേജിൽ ഫിക്സേറ്റഡ് ആവുന്ന ആൾക്കാർ അവർ കൂടുതൽ ക്രിട്ടിക്കലായിരിക്കും, എല്ലാത്തിലും കുറ്റം കണ്ടെത്തുന്നവരും ഓവർ സർക്കാസം ഉള്ളവരും, സർക്കാസ്റ്റിക് നേച്ചർ ഉള്ളവരും കൂടിയായിരിക്കും. അദ്ദേഹം ഇവരെ ഓറൽ അഗ്രസീവ് ഓർ ഓറൽ സാഡിസ്റ്റിക് എന്ന് വിളിച്ചു. സ്റ്റേജ് 2, ഓറൽ സ്റ്റേജ് കഴിഞ്ഞ് അവർ പോകുന്ന സ്റ്റേജാണ് ഏനൽ സ്റ്റേജ്, അതായത് 18 മാസം മുതൽ 3 വയസ്സ് വരെ. ഈ സ്റ്റേജിൽ കുട്ടികൾക്ക് സംഭവിക്കുന്നൊരു കാര്യമാണ് പോട്ടി ട്രെയിനിങ്, അതായത് ടോയ്ലറ്റ് ട്രെയിനിങ്. ഇവിടെയാണ് അവർ യൂറിനും ഫീസസും അതിൻ്റെ എക്സ്പൾഷൻ അത് ഡിലേ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത്. നമുക്കറിയാം, എല്ലാ കുഞ്ഞുങ്ങളും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ കുട്ടികൾ അതിൽ നിന്ന് ഒരു പ്ലഷർ ഡിറൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ സ്റ്റേജിൽ അവരുടെ എറോജീനസ് സോൺ എന്ന് പറയുന്നത്, ഓറൽ സ്റ്റേജിൽ മൗത്ത് ആയിരുന്നെങ്കിൽ ഏനൽ സ്റ്റേജിൽ അത് ബവൽ ആൻഡ് ബ്ലാഡർ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഫ്രോയിഡ് പറഞ്ഞു, ഇവിടെ ടോയ്ലറ്റ് ട്രെയിനിങ് വളരെ ഹാർഷായി പോവുകയോ അല്ലെങ്കിൽ വളരെ ലീനിയൻ്റ് ആയി പോവുകയോ ചെയ്താലാണ് കുഞ്ഞുങ്ങൾക്ക് ഈ സ്റ്റേജിൽ ഫിക്സേഷൻ വരുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ ഫിക്സേഷൻ വന്ന ആൾക്കാരുടെ പെരുമാറ്റം 2 രീതിയിലാവാം. ഒന്ന്, അവരൊട്ടും ഓർഗനൈസ്ഡ് അല്ലാതെ വളരെ മെസ്സിയും വളരെ സെൽഫ് കൺട്രോൾ കുറഞ്ഞവരുമാവാം, പക്ഷേ സ്വഭാവത്തിൽ വളരെ ജനറസ് ആയിരിക്കാം. അങ്ങനെയുള്ളവരെ പറയുന്നതാണ് ഏനൽ എക്സ്പൾസീവ്. ഇനി അല്ലെങ്കിൽ എന്ത് പറ്റാം, ഒരുപാട് വൃത്തിക്കുട്ടന്മാർ, ഒരുപാട് വൃത്തിയാക്കി വെക്കുന്നവരും വളരെ ഓർഡറിൽ സാധനങ്ങൾ വെക്കുന്നവരും അവരുടെ തിങ്സ് ഭയങ്കര കെയർഫുള്ളായിട്ട് സൂക്ഷിക്കുന്നവരും ഒക്കെ ആവാം. പക്ഷേ സ്വഭാവത്തിൽ എന്താവാം, അവർ വളരെ മീൻ ആയിട്ടുള്ള, വളരെ ക്രൂരരായിട്ടുള്ള ആൾക്കാരാവാം. അവരെ ഫ്രോയിഡ് വിളിച്ച പേരാണ് ഏനൽ റിറ്റൻറ്റീവ്. 3ാമത്തെ സ്റ്റേജാണ് ഫാലിക് സ്റ്റേജ്, 3 to 5 years. ഇവിടെ കുഞ്ഞുങ്ങളുടെ എറോജീനസ് സോൺ എന്നുള്ളത് മാറി അവർ നേരത്തെ ബവൽ മൂവ്മെൻ്റ് ആയിരുന്നത് മാറി ജെനൈറ്റൽസിലേക്ക് പോകും. അപ്പോൾ ഈ സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ പ്രൈവറ്റ് പാർട്സ് ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് പ്ലഷറിന്. ഈ സ്റ്റേജിൽ കുഞ്ഞുങ്ങൾ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. ഈ സ്റ്റേജിലാണ് ഇഡിപ്പൽ ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ് വരുന്നത്. ഇഡിപ്പൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെൺകുഞ്ഞുങ്ങൾക്ക് അച്ഛനോട് തോന്നുന്ന ഒരു അടുപ്പം കൂടുതൽ. മാറിപ്പോയി. ഇഡിപ്പൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ആൺകുഞ്ഞുങ്ങൾക്ക് അമ്മയോട് തോന്നുന്ന ഒരു അടുപ്പം കൂടുതൽ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇലക്ട്ര കോംപ്ലക്സ്, അതായത് പെൺകുഞ്ഞുങ്ങൾക്ക് അച്ഛനോട് തോന്നുന്ന ഒരു അടുപ്പം കൂടുതൽ. ഇതെല്ലാം വരുന്നത് ഈ സ്റ്റേജിലാണ്. ശ്രദ്ധിച്ചോണ്ട്, ഒരു തെറ്റിടയ്ക്ക് പറ്റിപ്പോയി, ഫാലിക് സ്റ്റേജിൽ ഇഡിപ്പൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് അമ്മയോട് തോന്നുന്ന സ്നേഹക്കൂടുതൽ, ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ പെൺകുഞ്ഞുങ്ങൾക്ക് അച്ഛനോട് തോന്നുന്ന അടുപ്പം കൂടുതൽ. ഇനി ഈ സ്റ്റേജിലെ കോൺഫ്ലിക്ട്സ് എല്ലാം കുഞ്ഞുങ്ങൾ പ്രോപ്പർലി ആൻഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ തരണം ചെയ്താൽ അവർക്ക് വളരെ മെച്യൂറായിട്ടുള്ളൊരു സെക്ഷുവൽ ഐഡൻറ്റിറ്റി അഡൾട്ട്ഹുഡിൽ ഡെവലപ്പ് ചെയ്യും. ഈ സ്റ്റേജ് എൻഡ് ചെയ്യുന്നതോടുകൂടി അവരുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ആവും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 5 years കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ഒരാളുടെ പേഴ്സണാലിറ്റിയിലെ ബേസിക് ക്യാരക്ടേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് ഡെവലപ്പ് ആവും എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. സ്റ്റേജ് 4 ലാറ്റൻസി സ്റ്റേജ്, 6 to 12 years. ലാറ്റൻസി സ്റ്റേജാണ് കുഞ്ഞുങ്ങൾ കളിച്ച് തിമിർക്കുന്ന പ്രായം. അതായത് അവരുടെ എനർജി ഫുൾ അവർ ചാനലൈസ് ചെയ്യുന്നത് പഠിത്തത്തിലും സ്പോർട്സിലും സോഷ്യൽ ആക്ടിവിറ്റീസിലുമാണ്. ഇവിടെ ജെനൈറ്റൽസിലോട്ടുള്ള ഫോക്കസ് അല്ലെങ്കിൽ സെക്ഷുവൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിലോട്ടുള്ള ഫോക്കസ് അവർക്കില്ല. ഫൈനൽ സ്റ്റേജാണ് ജെനൈറ്റൽ. 13 വയസ്സ് മുതൽ അഡൾട്ട്ഹുഡ് വരെ പോകുന്നതാണ് ജെനൈറ്റൽ സ്റ്റേജ്. ഇവിടെ വീണ്ടും എന്ത് ചെയ്യും? ഫാലിക് സ്റ്റേജിലുണ്ടായിരുന്ന സെക്ഷുവൽ എനർജി ഇവർക്കിവിടെ റിട്ടേൺ ചെയ്യും. പക്ഷേ ഈ സ്റ്റേജിൽ അവർക്ക് ആ സെക്ഷുവൽ എനർജി ആവശ്യമാണ്. നമ്മൾ പ്രീവിയസ് സ്റ്റേജസ് 1 to 4 പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്താൽ ജെനൈറ്റൽ സ്റ്റേജിൽ ഒരു വ്യക്തിക്ക് വളരെ മെച്വറും നല്ല ഗുഡ് ക്വാളിറ്റിയുള്ള ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അൺറിസോൾവ്ഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഈ സ്റ്റേജിൽ പ്രകടമാവുകയും ചെയ്യും. അവർക്കൊരു ഹെൽത്തി പ്രോപ്പർ റിലേഷൻഷിപ്പ് ഓപ്പോസിറ്റ് സെക്സുമായി ഡെവലപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടും ഉണ്ടാവും.
അപ്പോൾ ഇത്രയാണ് ഫ്രോയിഡിൻ്റെ തിയറിയിലുള്ള പേഴ്സണാലിറ്റി തിയറിയിലുള്ള മെയിൻ കൺസെപ്റ്റ്സ്. ഇനി ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമുണ്ട്, അതാണ് ഈഗോ ഡിഫെൻസ് മെക്കാനിസം. അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം, കാരണം ഇല്ലെങ്കിൽ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. താങ്ക് യു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണോ. നോട്ട്സ് വേണമെങ്കിൽ പോസ് ചെയ്ത് നോട്ട്സ് എടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സിൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ചെയ്യുക. ഇനി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും സൈക്കോളജി പഠിക്കുന്നവർക്കും വീഡിയോസ് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.